Hi all. Today we'll discuss about ratio analysis. So, ratio analysis problem aspect പോകുന്നതിന് മുമ്പ് നമ്മൾ കുറേയധികം ratios ഉണ്ട്. അപ്പോൾ ഈ different ratios and equations അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് problem systematic ആയിട്ട് ചെയ്തു പോകാൻ പറ്റുള്ളൂ. So first one is liquidity ratio, or in other terms നമ്മൾ അതിനെ short term liquidity ratio എന്ന് പറയും. അതിന്റെ sub classification ആയിട്ട് നമുക്കൊരു 3 types of ratio ഉണ്ട്. That is your current ratio, quick ratio and absolute liquidity ratio. ഇനി current ratio എങ്ങനെയാ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ it is nothing but current asset divided by current liabilities. ഇനി നമ്മൾ current ratio എപ്പോഴാണ് ideal അല്ലെങ്കിൽ satisfactory എന്ന് പറയുന്നത് if we are getting the answer associated with 2:1. Alright, ഇനി next one is concerned with quick ratio. അപ്പോൾ quick ratio മറ്റ് പേരുകളിൽ അറിയപ്പെടുന്നത് acid test ratio എന്ന് പറയും as well as liquid ratio എന്ന് പറയും. Both are same. Alright, അപ്പോൾ quick ratio എങ്ങനെയാ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ it is quick assets അല്ലെങ്കിൽ liquid asset divided by quick or current liabilities. ഇനി quick asset എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ it is nothing but നമ്മൾ current assetൽ നിന്നും സ്റ്റോക്കും പ്രീപെയ്ഡ് എക്സ്പെൻസും ഡിഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് quick asset എന്ന് പറയുന്നത്. ആൻഡ് quick liability നമ്മൾ നമ്മുടെ current liabilityയിൽ നിന്നും ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്ന ആ ഒരു പെർട്ടിക്കുലർ നമ്മൾ ഡിഡക്റ്റ് ചെയ്യുമ്പോൾ we'll be getting quick liability. ആൻഡ് quick ratio നമ്മൾ ഐഡിയൽ ആണ് അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ടറി ആണെന്ന് പറയുന്നത് when we get a ratio in the form of 1:1. And the next one is absolute liquidity ratio. And this is also known as what? Cash positive ratio എന്ന് നമ്മൾ ഇതിനെ പറയാറുണ്ട്. ആൻഡ് absolute liquidity ratio എങ്ങനെയാ കണ്ടുപിടിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ cash plus marketable security അല്ലെങ്കിൽ cash plus cash equivalents divided by quick അല്ലെങ്കിൽ current liabilities. And then നമ്മൾ absolute liquidity ratio നമ്മൾ satisfactory ആണെന്ന് പറയുന്നത് when we get a ratio in the form of 0.75:1. So അപ്പോൾ ഇതാണ് നമ്മുടെ liquidity ratio എന്ന് പറയുന്നത്. So we have current ratio, quick ratio and absolute liquidity ratio. And now we'll discuss about a problem. നമുക്കിപ്പോൾ റേഷ്യോ അനാലിസിസിൽ നമുക്ക് മിക്കപ്പോഴും തന്നേക്കുന്ന ക്വസ്റ്റനിൽ തന്നേക്കുന്ന ഇൻപുട്ട് ഇസ് വിത്ത് റിഗാർഡ് ടു ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് ഇൻഫർമേഷൻ ആയിരിക്കും നമുക്ക് തന്നേക്കുന്നത്. ആൻഡ് ഫ്രം ദിസ് ബാലൻസ് ഷീറ്റ് യു ആർ ആസ്ക്ഡ് ടു കമ്പ്യൂട്ട് വാട്ട് ദ കറന്റ് റേഷ്യോ, ക്വിക്ക് റേഷ്യോ ഓർ ഈവൻ ദി ആബ്സല്യൂട്ട് ലിക്വിഡിറ്റി റേഷ്യോ. അപ്പോൾ ഈ ക്വസ്റ്റനിൽ നോക്കിയേ, നമുക്ക് ബാലൻസ് ഷീറ്റ് ABC ലിമിറ്റഡിൻ്റെ ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. ആൻഡ് യു ഹാവ് ദി ലയബിലിറ്റി ഐറ്റംസ് ആൻഡ് അസെറ്റ് ഐറ്റംസ് ഓവർ ഹിയർ. ആൻഡ് ക്വസ്റ്റനിൽ നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? വി ഹാവ് ബീൻ ആസ്ക്ഡ് ടു കാൽക്കുലേറ്റ് ദി കറന്റ് റേഷ്യോ, ക്വിക്ക് റേഷ്യോ ആൻഡ് ആബ്സല്യൂട്ട് ലിക്വിഡിറ്റി റേഷ്യോ. ഓൾറൈറ്റ്, അപ്പോൾ ക്വസ്റ്റൻ നമ്മൾ കണ്ടു. ലയബിലിറ്റി സൈഡിൽ കുറേ ആസ്പെക്ട്സ് ഉണ്ട്, അസെറ്റ് സൈഡിലും കുറേ ആസ്പെക്ട്സ് ഉണ്ട്. Alright, അപ്പോൾ നോക്കിക്കേ, asset സൈഡിൽ ഫിക്സ്ഡ് അസെറ്റ് തന്നിട്ടുണ്ട്, സ്റ്റോക്ക്, ഡെറ്റേഴ്സ്, ബിൽസ് റിസീവബിൾ, പ്രീപെയ്ഡ് എക്സ്പെൻസസ്, ക്യാഷ് അറ്റ് ബാങ്ക്, ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ടോട്ടൽ ഓഫ് 3 lakh. അതുപോലെ ലയബിലിറ്റീസിൽ വി ഹാവ് ഷെയർ ക്യാപിറ്റൽ, റിസർവ്സ് ആൻഡ് സർപ്ലസ്, ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ്, പ്രൊവിഷൻ ഫോർ ടാക്സ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടിയ ആസ്പെക്ട്സ് എന്താണ്? കറണ്ട് അസെറ്റ്, കറണ്ട് ലയബിലിറ്റി, ആ ഒരു ആസ്പെക്റ്റ് ആണ് നമുക്ക് വേണ്ടിയത്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ തന്നെ ലയബിലിറ്റി ആസ്പെക്റ്റിൽ സി ഷെയർ ക്യാപിറ്റൽ, റിസർവ്സ് ആൻഡ് സർപ്ലസ്, ഇതൊരിക്കലും കറണ്ട് ലയബിലിറ്റി അല്ല, ലോങ് ടേം ക്യാപിറ്റലാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആസ്പെക്ട്സ്, ഇതിൻ്റെ ആപ്ലിക്കേഷൻ നമുക്ക് വരില്ല. ഓൾറൈറ്റ്, അതുപോലെ അസെറ്റ് സൈഡിൽ നോക്കിയേ, ഫിക്സ്ഡ് അസെറ്റ് നമുക്ക് വരില്ല, ബിക്കോസ് വി നീഡ് ഓൺലി വാട്ട് കറന്റ് അസെറ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ തന്നെ ട്രൈ ടു നോട്ട് ഡൗൺ. ആൻഡ് ദെൻ വിൽ മൂവ് ഓൺ വിത്ത് ദി സൊല്യൂഷൻ. സി കറന്റ് റേഷ്യോ. കറന്റ് റേഷ്യോ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? കറന്റ് റേഷ്യോ ഇസ് ഈക്വൽ ടു കറന്റ് അസെറ്റ് ഡിവൈഡഡ് ബൈ കറന്റ് ലയബിലിറ്റി. ഇനി കറണ്ട് അസെറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എന്ത് ഉൾപ്പെടുത്തില്ല? വി ഡോണ്ട് ഇൻക്ലൂഡ് ഫിക്സ്ഡ് അസെറ്റ് ദർ. സോ വി മേ ഇൻക്ലൂഡ് സ്റ്റോക്ക്, ഡെറ്റേഴ്സ്, ബിൽസ് റിസീവബിൾ, പ്രീപെയ്ഡ് എക്സ്പെൻസസ്, ക്യാഷ് അറ്റ് ബാങ്ക് ആൻഡ് ക്യാഷ് ഇൻ ഹാൻഡ്. ഇതിൻ്റെ ഒക്കെ ആഗ്രിഗേറ്റ് എടുക്കുമ്പോൾ വിൽ ഗെറ്റ് ദി വാല്യൂ ഓഫ് കറണ്ട് അസെറ്റ്. ആൻഡ് ദെൻ കമ്മിങ് ടു കറന്റ് ലയബിലിറ്റീസ്, അവിടെയും നമ്മൾ എന്ത് രണ്ട് ഫാക്ടേഴ്സ് നെഗ്ലക്റ്റ് ചെയ്തു? ഷെയർ ക്യാപിറ്റലും റിസർവ്സ് ആൻഡ് സർപ്ലസും, ബിക്കോസ് അത് ലോങ് ടേം സോഴ്സസ് ഓഫ് ഫണ്ടാണ്.
And then here നമ്മൾ എന്തെടുക്കും? Creditors എടുത്തു, bills payable, bank overdraft, outstanding expenses plus provision for tax. അതിൻ്റെ aggregate എടുക്കുമ്പോൾ we'll be getting a value of 70,000. അപ്പോൾ therefore your current ratio is equal to 1,40,000 divided by 70,000. അപ്പോൾ നമുക്ക് എത്രയാണ് വാല്യൂ കിട്ടുന്നത്? 2:1. And then coming to quick ratio നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? Quick asset അല്ലെങ്കിൽ liquid asset divided by quick liability. ഇനി എങ്ങനെയാണ് നമ്മൾ quick asset കണ്ടുപിടിക്കുന്നത്? കറണ്ട് അസറ്റിൽ നിന്നും സ്റ്റോക്കും പ്രീപെയ്ഡ് എക്സ്പെൻസും നമ്മൾ ഡിഡക്ട് ചെയ്യും. സോ നമ്മൾ ഓൾറെഡി കറണ്ട് അസറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു, ദാറ്റ് ഇസ് 1,40,000. ഓൾറൈറ്റ്. ആൻഡ് ദെൻ സ്റ്റോക്കിൻ്റെ വാല്യൂ എത്രയാണ്? 50,000. ഓൾറൈറ്റ്. ആൻഡ് ദെൻ പ്രീപെയ്ഡ് എക്സ്പെൻസിൻ്റെ വാല്യൂ എത്രയാണ്? 5,000 അല്ലേ? So now we'll get the answer as what? 85,000 നമുക്ക് കിട്ടും, which is the value of quick asset. And then coming to quick liabilities, current liabilities minus bank overdraft ചെയ്യുമ്പോഴാണ് നമുക്ക് quick liabilityയുടെ വാല്യൂ കിട്ടുന്നത്. So your current liability is നമ്മൾ കണ്ടുപിടിച്ച വാല്യൂ 70,000. അതിൽ നിന്ന് നമ്മൾ എന്താണ് ഡിഡക്ട് ചെയ്യുന്നത്? ബാങ്ക് ഓവർഡ്രാഫ്റ്റിൻ്റെ വാല്യൂ which is 17,000. അത് ഡിഡക്ട് ചെയ്യുമ്പോൾ we'll be getting the value of quick liability which is 53,000. Alright, now your quick ratio is nothing but 85,000 divided by 53,000. അപ്പോൾ നമുക്ക് എന്താ വാല്യൂ കിട്ടുന്നത്? 1.60:1. Alright, and then last we need to compute what? Absolute liquidity ratio. Formula എങ്ങനെയായിരുന്നു? Cash plus marketable security divided by quick liability. അപ്പോൾ നമുക്ക് ക്യാഷ് ആസ്പെക്ട്സിൽ രണ്ട് കാര്യങ്ങൾ മാത്രമേ ബാലൻസ് ഷീറ്റിലുള്ളൂ. വൺ ഇസ് ദ ക്യാഷ് അറ്റ് ബാങ്ക് ആൻഡ് ക്യാഷ് അറ്റ് ഹാൻഡ്. ഓൾറൈറ്റ്. അപ്പോൾ നമ്മൾ ആ രണ്ട് വാല്യൂ 30,000 plus 20,000 നമ്മൾ ആഗ്രിഗേറ്റ് ചെയ്യുമ്പോൾ വിൽ ബി ഗെറ്റിംഗ് 50,000. ദെർഫോർ ക്വിക്ക് ലയബിലിറ്റിയുടെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചതാണ്, വിച്ച് ഇസ് 53,000. സോ ആബ്സല്യൂട്ട് ലിക്വിഡിറ്റി റേഷ്യോ ഇസ് ഈക്വൽ ടു 50,000 divided by 53,000, which you will be getting the answer as 0.94:1. ഇനി നമ്മളോട് ക്വസ്റ്റനിൽ ഇതിൻ്റെ റിസൾട്ട് കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സി, കറണ്ട് റേഷ്യോ നമുക്ക് എത്ര തന്നെയാണ് കിട്ടിയത്? 2:1 തന്നെയാണ് കിട്ടിയത്, വിച്ച് ഇസ് സാറ്റിസ്ഫാക്ടറി അല്ലേ? ആബ്സല്യൂട്ട് ലിക്വിഡിറ്റി റേഷ്യോ ഇസ് ഓൾസോ ഗുഡ്, ബട്ട് ക്വിക്ക് റേഷ്യോ ഇസ് നോട്ട് അപ് ടു ദ മാർക്ക്. ഓൾറൈറ്റ്. ആ ഫൈനൽ ഡിക്ലറേഷനും കൂടി എഴുതുക ആൻഡ് ദെൻ നമ്മൾ പ്രോബ്ലം കൺക്ലൂഡ് ചെയ്യുക. ഓൾറൈറ്റ്.